പ്രത്യേക എപ്പിസോഡിലേക്ക് യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഞാൻ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. ചങ്ങനാശ്ശേരിയിലെ 21 മുതൽ 31 വരെ ഡിസംബർ മാസത്തിൽ നടന്ന മീറ്റിങ്ങിൻ്റെ വളരെ അനുഗ്രഹിക്കപ്പെട്ട സെഷനുകളിൽ ഒരു സെഷൻ, ആ സെഷനിലേക്ക് നമ്മൾ ഒരുമിച്ച് പോവുകയാണ്. വളരെ പ്രാർത്ഥനയോടെ ദിവസം ഇരുന്നാട്ടെ നമ്മൾ ഒരുമിച്ച് തിരിച്ചു വന്ന് അവസാനം ഒരുമിച്ച് പ്രാർത്ഥിക്കും. നിങ്ങളുടെ മെസ്സേജ് ഇന്ന് ഇതാ നിങ്ങളുടെ സമീപത്തെത്തുന്നു. പ്രാർത്ഥനയോടെ നമുക്ക് ചങ്ങനാശ്ശേരിയിലെ ടെൻറ്റിലേക്ക് മൂവ് ചെയ്യാം. ആമേൻ. നിനക്ക് അതിര് നിശ്ചയിക്കാൻ ആർക്കും കഴിയുകയില്ല, നിനക്ക് പരിധി നിശ്ചയിക്കാൻ ആർക്കും കഴിയുകയില്ല. ഇന്ന് രാത്രി ഞാൻ ഈ പറയുന്ന പദത്തെ ഒന്ന് ചേർന്ന് പറഞ്ഞ്, പരിധിയില്ലാത്ത മുന്നേറ്റം. ഉറക്കെ പറ, അതിര് കെട്ടാൻ കഴിയാത്ത മുന്നേറ്റം. വായി തുറന്ന് പറഞ്ഞ്, അതിര് കെട്ടാൻ കഴിയാത്ത മുന്നേറ്റം, പരിധിയില്ലാത്ത മുന്നേറ്റം, സങ്കല്പങ്ങളെ പൊളിച്ചുള്ള മുന്നേറ്റം. ഒരു ഹല്ലേലൂയ പറഞ്ഞേ. എൻ്റെ ബുദ്ധിയും യുക്തിയും എന്നോട് പറയുന്നു, എനിക്ക് നടക്കാൻ കഴിയുകയില്ല, എൻ്റെ കാലിന് ബലമില്ല. എൻ്റെ ബുദ്ധിയും യുക്തിയും എന്നോട് പറയുന്നു, എനിക്ക് നടക്കാൻ കഴിയുകയില്ല, എൻ്റെ കാലുകൾക്ക് ബലമില്ല, ഞാൻ എഴുന്നേറ്റ ഉടനെ വീഴും. പക്ഷെ എൻ്റെ ബുദ്ധിയെ കവിയുന്ന ദൈവസ്നേഹം എന്നോട് പറയുന്നു, ഈ കാലിലേക്ക് അവൻ്റെ ബലം വ്യാപരിക്കുന്നുണ്ട്, ഈ കാലിലേക്ക് അവൻ്റെ ശക്തി വ്യാപരിക്കുന്നുണ്ട്. ഇന്ന് രാത്രി എനിക്ക് എഴുന്നേറ്റ് നടക്കാൻ കഴിയും. എനിക്ക് എഴുന്നേൽക്കാൻ കഴിയുകയില്ല എന്നത് എൻ്റെ മിഥ്യാബോധം മാത്രമാണ്, എൻ്റെ മൗഢ്യബോധം മാത്രമാണ്. എനിക്ക് കഴിയുകയില്ല എന്നുള്ളത് എൻ്റെ ഉള്ളിൽ സാത്താൻ ഇട്ടിരിക്കുന്ന സങ്കല്പമാ. അത് കേട്ട് മിണ്ടാതിരിക്കാൻ ഞാൻ തയ്യാറല്ല. ഇന്ന് രാത്രി തന്ത്രങ്ങളെ തകർക്കുന്ന സങ്കല്പങ്ങളുടെ കോട്ടകളെ തകർക്കാമോ? സങ്കല്പങ്ങളുടെ കോട്ടകളെ തകർക്കാമോ? കണ്ണാടിയില്ലെങ്കിൽ എനിക്ക് കാണാൻ ഒക്കത്തില്ല. ഞാൻ അങ്ങ് ഉറപ്പിച്ചു വെച്ചിരിക്കാം. കണ്ണാടിയില്ലാതെ ഞാൻ ജനിച്ചപ്പോഴേ, അമ്മയുടെ വയറ്റിൽ നിന്ന് വന്നപ്പോഴേ ആ ലേബർ റൂമിൽ ഒരു കണ്ണാടി എനിക്ക് വേണ്ടി മേടിച്ചു വെച്ചിരിക്കുകയായിരുന്നു. സോ അന്ന് മുതൽ ഞാൻ കണ്ണാടി വെക്കുന്ന, കണ്ണാടി ഇല്ലാതെ എനിക്ക് കാണാനേ പറ്റത്തില്ല, കണ്ണാടി ഇല്ലാതെ എനിക്ക് കാണാനേ പറ്റത്തില്ല. വെറും സങ്കല്പം മാത്രമാണ്. ഇന്ന് സങ്കല്പത്തിന് മുമ്പിൽ വിശ്വാസം ഒന്ന് പ്രയോഗിച്ചു നോക്കിക്കേ. പരിതസ്ഥിതിയുടെ മുമ്പിൽ വിശ്വാസത്തെ ഒന്ന് പ്രയോഗിച്ചു നോക്കിക്കേ. ആ കണ്ണെനിക്ക് കാണാൻ കഴിയത്തില്ല എന്ന് പറഞ്ഞ കണ്ണുകൊണ്ട് തന്നെ നീ കാണും. ചെവി എനിക്ക് കേൾക്കാൻ വയ്യ എന്ന് പറഞ്ഞ് ചെവി കൊണ്ട് തന്നെ നീ കേൾക്കും. എങ്ങനെ? കണ്ണട വെച്ചിട്ടല്ല, കണ്ണട വെക്കാതെ നീ കാണും. പക്ഷെ ഇന്ന് ഒന്ന് സംഭവിക്കണം, സങ്കല്പങ്ങളെ പൊളിക്കുന്ന ഒരു അഭിഷേകത്തെ നീ സ്വീകരിക്കണം. ഓ, എല്ലാവരും ഒന്ന് സ്വീകരിച്ച്, എല്ലാവരും ഒന്ന് സ്വീകരിച്ച്, എല്ലാവരും ഒന്ന് സ്വീകരിച്ച്. യേശുവേ, 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 യേശുവേ. ബാങ്കുകാർ വിളിച്ചു പറഞ്ഞു, നിന്റെ അക്കൗണ്ട് ഞാൻ ക്യാൻസൽ ചെയ്യാൻ പോകും, കാരണം ഒരു ഗുണവും ഇല്ല. 1000 രൂപയുടെ ട്രാൻസാക്ഷൻ പോലും ഒരു മാസം നടക്കാത്ത നിന്റെ അക്കൗണ്ട് കൊണ്ട് ഞങ്ങൾക്ക് നഷ്ടമാ. എന്നാൽ അതേ ബാങ്കുകാർ നിന്നോട് വിളിച്ചു പറയാൻ പോവാ, അയ്യോ ബ്രദറെ, നിങ്ങളുടെ ഒരൊറ്റ അക്കൗണ്ട് കൊണ്ടായി ഈ ബാങ്ക് നടന്നു പോകുന്നേ. അയ്യോ, വിശ്വസിക്കുന്നെങ്കിൽ വാ തുറന്ന് പറ. സംഭവിക്കും, 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 സംഭവിക്കും. ആരോ പറയുന്നു, എനിക്ക് ഒരിക്കലും ഒരു വണ്ടി മേടിക്കാൻ പറ്റില്ല, കാരണം ഞങ്ങൾ വലിയ ബുദ്ധിമുട്ടിലാണ് കഴിയുന്നേ. ആയുസ് മുഴുവൻ ഞാൻ എൻ്റെ ഭാര്യയും കൊണ്ട് ഈ ബൈക്കേ പോകത്തേ ഉള്ളൂ. വെയിലാണെ വെയിൽ, മഴയാണെ മഴ, ഇത് കൊണ്ട് ഞങ്ങൾ പോകത്തേ ഉള്ളൂ. ഒരിക്കലും എനിക്കൊരു നല്ല വാഹനം മേടിക്കാൻ പറ്റില്ല. നിന്റെ സങ്കല്പം മാത്രമാണ് അത്. ഇന്ന് ആ സങ്കല്പങ്ങളെ ഒന്ന് പൊളിച്ചു കൊടുത്താൽ നിന്റെ വീട്ടിലേക്ക് ഇതാ ഫുൾ ഓപ്ഷൻ ഇനോവ കയറുന്നു. ഓ റമസിയാന്തര, യേശുവിന്റെ നാമത്തിൽ ജയം. ഒന്ന് വിശ്വസിച്ചേറ്റെടുത്തേ, ഒന്ന് വലുതാക്കിക്കോ, ഒന്ന് വലുതാക്ക്, വലുതാക്ക്. ഞാൻ എന്തിനാ ഈ ചെറിയ കാര്യങ്ങൾ പോലും പറയുന്നേ? ഏത് പരിതസ്ഥിതിയോടും നിന്റെ ആറ്റിറ്റ്യൂഡാണ് മുഖ്യം. നീ എങ്ങനെ അതിനെ കാണുന്നു എന്നതനുസരിച്ചാണ് അത് നിന്നെ ബാധിക്കുന്നത്. വിമർശനത്തെ നീ അവസരമായി കാണുന്നെങ്കിൽ അത് നിനക്ക് അവസരമായി മാറുകയാണ്. അപകടത്തെ നീ അവസരമായി കാണുന്നെങ്കിൽ അത് നിനക്ക് അവസരമായി മാറുകയാണ്. അപകടം നിനക്ക് അവസരമായി കാണുന്നെങ്കിൽ നിനക്കത് അപകടമാവുകയാണ്. നെഗറ്റീവ് പറയുമ്പോൾ നെഗറ്റീവായിട്ട് നീ അതിനെ ഏറ്റെടുത്താൽ അത് നെഗറ്റീവ് ആവുകയാണ്. എന്നാൽ നെഗറ്റീവ് കേൾക്കുമ്പോൾ അതിൻ്റെ അകത്ത് പോസിറ്റീവ് ഏറ്റെടുത്ത് നോക്കിക്കേ, ആ സങ്കല്പം പൊളിഞ്ഞു മാറും. അസാധാരണമായ നിലയിൽ ദൈവത്താൽ ഉപയോഗിക്കപ്പെടും. 2 കോട്ടകൾ ഇന്ന് രാത്രി ദൈവത്തിന്റെ സർവായുധവർഗത്താൽ ഇവിടെ ഇടിയുന്നുണ്ട്. അതിലൊന്നാമത്തെ കോട്ട സങ്കല്പങ്ങളുടെ കോട്ടയാണ്. രണ്ടാമത്തെ കോട്ട വിചാരങ്ങളുടെ കോട്ട. എല്ലാവരും പറഞ്ഞേ, വിചാരങ്ങളുടെ കോട്ട. കോട്ടകളെ ഇടിക്കുക. പറഞ്ഞാട്ടെ, കോട്ടകളെ ഇടിക്കുക. ഞാൻ ആ ഒരു വാക്യം കൂടെ ഇവിടെ വായിച്ച് കേൾപ്പിക്കാം, ശ്രദ്ധിച്ചു കേട്ടാണ്. ഞങ്ങളുടെ പോരിന്റെ ആയുധം ജഡികങ്ങളല്ല, ഇത് കോട്ടകളെ ഇടിപ്പാൻ ദൈവസന്നിധി ശക്തിയുള്ള തന്നെ. അവയാൽ ഞങ്ങൾ സങ്കല്പങ്ങളും ദൈവത്തിന്റെ പരിജ്ഞാനത്തിന് വിരോധമായി പൊങ്ങുന്ന എല്ലാ ഉയർച്ചയും ഇടിച്ചു കളഞ്ഞ്. അടുത്തത്, ഏതു വിചാരത്തെ, എല്ലാവരും പറഞ്ഞ്, ഏതു വിചാരം, വിചാരങ്ങൾ. ഉറക്കെ പറ, വിചാരങ്ങൾ. ഒന്നാമത്തെ കോട്ട സങ്കല്പങ്ങളാണ്, ഊഹങ്ങളാണ്, ഊഹാപോഹങ്ങളാണ്, യാഥാർത്ഥ്യങ്ങളല്ല. അത് സംഭവിക്കുമായിരിക്കും, ഇത് വരുമായിരിക്കും. ഹലോ, സ്തോത്രം.
2013 ഫെബ്രുവരി മാസത്തിലാണ് ബാങ്കിൽ നിന്ന് ജപ്തി വരുമെന്ന് പറഞ്ഞത്. പക്ഷേ 2012 ഡിസംബർ മാസത്തിലേ നെഞ്ചത്തടി തുടങ്ങി. 2013 ഫെബ്രുവരി മാസം ലോണ് ജപ്തി. ഒരു വേണ്ട, ചുമ്മാ ഇരുന്ന് വിശ്വാസത്താൽ വിളിച്ചു പറ, ഫെബ്രുവരി കഴിഞ്ഞ് ഞാനുണ്ട്. ഹല്ലേലൂയ. ഇത് കഴിയുമ്പോഴും ഞാൻ ഇവിടൊക്കെ തന്നെ കാണും. വിളിച്ചു പറ സഹോദരങ്ങളെ, വിളിച്ചു പറ, വിളിച്ചു പറ, വിളിച്ചു പറ, വിളിച്ചു പറ, വിളിച്ചു പറ. ഇത് കഴിഞ്ഞിട്ട് ഞാൻ ഇവിടൊക്കെ തന്നെ കാണും. ഈ പ്രതിസന്ധി കഴിഞ്ഞ് ഞാനുണ്ട്. വായി തുറന്ന് പറഞ്ഞേ നിങ്ങൾ എൻ്റെ കൂടെ, ഈ പ്രതിസന്ധി കഴിഞ്ഞ് ഞാനുണ്ട്, ഈ പ്രതികൂലം കഴിഞ്ഞ് ഞാനുണ്ട്. ഇതൊക്കെ കഴിഞ്ഞ് നമ്മൾ ഇവിടൊക്കെ തന്നെ കാണും. ഒരിടത്തൊന്നും പോകുന്നില്ല. നിനക്കൊരു നല്ല ജോലി കിട്ടത്തില്ല. അഴിഞ്ഞു പോ സങ്കല്പമേ. എന്നെ ഇതിനി പറഞ്ഞു പഠിപ്പിക്കാൻ നിനക്ക് അധികാരമില്ല. കാരണം എൻ്റെ അകത്ത് വേറൊരു സങ്കല്പം കയറുന്നു. അത് ദിവ്യ സങ്കല്പമാണ്. ഇന്ന് രാത്രി പറയുന്ന പദം ഒന്ന് കേൾക്കണമേ. സങ്കല്പങ്ങൾ ദിവ്യ സങ്കല്പത്തിന് വഴിമാറുന്നു. അടുത്തിരിക്കുന്ന ആളുടെ കരം പിടിച്ച് കുലുക്കി പറ, സങ്കല്പങ്ങൾ ദിവ്യ സങ്കല്പത്തിന് വഴിമാറുന്നു. ഹല്ലേലൂയ. നിങ്ങളുടെ സങ്കല്പങ്ങൾ ഇന്ന് രാത്രി ദിവ്യ സങ്കല്പത്തിന് വഴിമാറുന്നു. വിശ്വസിച്ച് നിങ്ങൾ ആ പദം ഏറ്റെടുക്കണമേ. ഇനി നിങ്ങളുടെ സങ്കല്പം ദൈവത്തിന്റെ സങ്കല്പമാ. ദൈവം എങ്ങനെ ചിന്തിക്കുന്നോ അങ്ങനെ നിങ്ങൾ ചിന്തിക്കാൻ പോവുക. കേട്ടില്ല 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 കേട്ടില്ല. ദൈവം എങ്ങനെ ചിന്തിക്കുന്നോ അങ്ങനെ നിങ്ങൾ ചിന്തിക്കാൻ പോവാ. ദൈവം എങ്ങനെ പറയുന്നോ അങ്ങനെ നിങ്ങൾ പറയാൻ പോവാ. ദൈവം എങ്ങനെ കാണുന്നോ അങ്ങനെ നിങ്ങൾ കാണാൻ പോവാ. വിശ്വസിച്ചേ. എന്നിട്ട് ഇങ്ങനെ ഏറ്റെടുത്ത് പറഞ്ഞ്, എന്റെ സങ്കല്പം ദൈവിക സങ്കല്പമാകുന്നു. എന്റെ വിചാരങ്ങൾ. സ്തോത്രം. ഹല്ലേലൂയ. ആര് കണ്ടുപിടിക്കുമെന്ന്? എന്റെ ഉള്ളിൽ സങ്കല്പത്തിന്റെ മോനെ വന്നേ ഞാൻ കാണിക്കട്ടെ. ഇവൻ ഇവിടെ നിൽക്കുമ്പോൾ എന്തൊക്കെയോ സങ്കല്പിച്ചിട്ട് ഇവിടെ നിൽക്കുന്നത്. സങ്കല്പത്തെ കാണാൻ എനിക്ക് കഴിയത്തില്ല. അതുകൊണ്ട് തന്നെ സങ്കല്പങ്ങളെ ഇടിക്കാൻ എനിക്ക് കഴിയത്തില്ല. എന്നാൽ എന്നിൽ ഇരിക്കുന്ന ക്രിസ്തുവിന് സങ്കല്പത്തെ കാണാനും ഇടിക്കാനും പറ്റും. എത്ര പേർക്ക് മനസ്സിലായി? യേശുവിന്റെ നാമത്തിൽ ജയം. വെറും സങ്കല്പം മാത്രമാ. പ്രായം കഴിഞ്ഞു പോയി, എക്സാം വന്നു, റിസൾട്ട് വന്നു, തീർന്നു. സങ്കല്പം മാത്രമാ. അതിനെ പോസിറ്റീവായിട്ടൊന്ന് പ്രതികരിച്ചു നോക്കി. വന്ന റിസൾട്ട് മാറാൻ പോവുക. ഒരു ഹല്ലേലൂയ പറഞ്ഞേ. ബ്രദറിന് അറിയാൻ മേലഞ്ഞിട്ടോ, എനിക്ക് 1,00,000 രൂപയുടെ കടമുണ്ട്. 1,00,000 രൂപയുടെ കടം. ആ കടത്തെ നോക്കി നീ ഒന്ന് പുഞ്ചിരിച്ച്, നാണമില്ലാത്ത കടം എന്റെ മുമ്പിൽ വന്നേക്കും. നാണമില്ലടാ. കടുവാക്കുട്ടി കയറിയ മനുഷ്യനെ പോലെ നിന്റെ ഗതി എന്താവൂടാ? ഞാൻ നിന്നെ കീറിക്കളയും. നീ എന്നെ ബാധിക്കത്തില്ല, ഞാൻ നിന്നെ ബാധിക്കും. സ്തോത്രം. എന്റെ ബ്രദറിനെ അറിയാൻ മേലാഞ്ഞിട്ട് ഞാൻ വലിയ കേസിൽ പെട്ടിരിക്കുക. ഈ കേസ് നിന്റെ ഇമേജ് വർദ്ധിപ്പിക്കും. നോക്കൂ. ഇതിനോട് നിന്റെ മനോഭാവമാണ് നിന്റെ വിഷയത്തെ മാറ്റുന്നത്. ഹല്ലേലൂയ. കേസിൽപ്പെട്ട ഉടനെ നീ ആത്മഹത്യ ചെയ്യാൻ പോകെ. പിശാച് കൈയടിക്കും. വെരി ഗുഡ്. കഴിഞ്ഞ ആഴ്ച ഞാൻ ഒരുത്തനെ കൊന്നായിരുന്നു. താങ്ക് യു. ഈ ആഴ്ച എനിക്ക് അരയില്ലാതിരിക്കുകയായിരുന്നു. നീ കൂടെ വന്ന് പെട്ടെന്ന് ആത്മഹത്യ. എനിക്ക് 2 പേരായല്ലോ. എന്നാൽ ആ കേസിൽ കുടുങ്ങിയപ്പോൾ വളരെ പോസിറ്റീവായിട്ടൊന്ന് കണ്ടേ. ജഡ്ജിയെ ഒന്ന് കാണണമെന്ന് ഓർത്തിട്ട് എത്ര നാളായി. താങ്ക് യു. ഇപ്പം എനിക്കൊന്ന് കാണാനായിട്ട് പറ്റി. പോസിറ്റീവായിട്ട് എന്നോടൊന്ന് പ്രതികരിച്ചു നോക്കി. ഞാൻ ആ പ്രതിക്കൂട്ടി നിൽക്കുന്ന നിമിത്തം ആ ജഡ്ജി മാനസാന്തരപ്പെടാൻ സമയമായെന്ന് തോന്നുന്നു. അതുകൊണ്ടാണ് എന്നെ ഇങ്ങോട്ട് വിട്ടിരിക്കുന്നത്. ഏതായാലും ഒരു കാര്യം എനിക്കറിയാം. ഞാൻ ഈ കോടതിയിൽ നിന്ന് ഇറങ്ങുന്നതിന് മുമ്പ് 10 വക്കീലുമാർ രക്ഷിക്കപ്പെട്ടിരിക്കും. വിശ്വസിച്ച് വിശ്വസിച്ച് വിശ്വസിച്ച്. പോസിറ്റീവ് അപ്രോച്ച്, പോസിറ്റീവ് തിങ്കിങ്. ഹല്ലേലൂയ. മൈൻഡ് സെറ്റ് തന്നെ ഇങ്ങനെ ആക്കി വെക്കണം. എനിക്ക് അപകടങ്ങളില്ല. പറഞ്ഞാട്ടെ, ഒച്ചത്തി പറ. എനിക്ക് അവസരങ്ങളേ ഉള്ളൂ. വായി തുറന്ന് പറയണം. ഇത് എനിക്ക് അപകടങ്ങളില്ല, എനിക്ക് അവസരങ്ങളേ ഉള്ളൂ. എല്ലാ അപകടങ്ങളും എനിക്ക് അവസരങ്ങളായിട്ട് മാറും. കാരണം എനിക്ക് സങ്കല്പിച്ച്, എൻ്റെ സങ്കല്പം എല്ലാം പോസിറ്റീവ് സങ്കല്പങ്ങളാണ്. നിങ്ങളെ പോസിറ്റീവ് സങ്കല്പത്തിലേക്ക് ഒന്ന് കയറിയാൽ തന്നെ ഇന്നിപ്പോൾ ഇവിടെ ഇരിക്കുമ്പോൾ ചിന്തിക്കേണ്ട, കറണ്ട് പോയാൽ ഇപ്പം എന്ത് ചെയ്യും? എന്തിനാ അങ്ങനെ ചിന്തിച്ചേ? ഹല്ലേലൂയ. ഇപ്പൊ കറണ്ട് പോകുന്നുമില്ല, ഒരു പ്രശ്നവും ഇവിടെയില്ല. ഒരു ഹല്ലേലൂയ പറഞ്ഞേ. പണ്ട് ഭാഗത്താനത്ത് ഒരു മീറ്റിംഗ് നടക്കാം. ആ മീറ്റിംഗ് ഒരു മെഗാ മീറ്റിംഗ് ചെയ്യുന്ന സമയത്താണ്. ആ സമയത്ത് ഉള്ളിൽ ഭയങ്കര പേടിയാ. മഴ പെയ്യുമോ? ഓക്കെ, ആദ്യത്തെ പേടി. ജനറേറ്റർ നിന്ന് പോകുമോ? രണ്ടാമത്തെ പേടി. മൂന്നാമത്തെ പേടി, യോഗം അലങ്കോലമാകുമോ? എന്തൊക്കെ ഭയന്നോ അത് 3 വന്നു.
മഴയും പെയ്തു, ജനറേറ്റർ നിന്ന് പോവുകയും ചെയ്തു. ജനറേറ്റർ നിന്ന് പോയി, യോഗം അലങ്കോലം ആകുകയും ചെയ്തു. എന്നാൽ അത് കഴിഞ്ഞൊരു കൺവെൻഷൻ നടത്തി. ഒരു ഭയവും ഇല്ല, കർത്താവ് നാഥനാന്ന് വിശ്വസിച്ച് നടത്തി. ഒരു പോരാട്ടത്തിനെയും ബന്ധിച്ച് പ്രാർത്ഥിച്ചില്ല. ആ കൺവെൻഷൻ ഭയങ്കര അനുഗ്രഹമായിരുന്നു. എത്ര പേരെന്നെ കേൾക്കുന്നുണ്ട്? തിരിച്ചറിയ. പോസിറ്റീവ് തിങ്കിങ് ആണ് നിന്നെ ജയിപ്പിക്കുന്നത്. നെഗറ്റീവ് തിങ്കിങ് എപ്പോഴും നിന്നെ തകർക്കത്തേ ഉള്ളൂ. എന്നാൽ പോസിറ്റീവ് തിങ്കിങ് നിന്നെ ഇങ്ങനെ പിക്ക് ചെയ്ത് മേളിലോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുക. ഇപ്പോൾ തന്നെ നിങ്ങൾ വിശ്വസിക്കാമെങ്കിൽ സങ്കല്പങ്ങളെ തകർക്കുന്ന ഒരു അധികാരം വ്യാപരിക്കാൻ പോവുക. ഒന്ന് ഏറ്റെടുത്താൽ കരമടിച്ചൊന്ന് സ്വീകരിച്ചാട്ടെ അതിനെ. കരമടിച്ചൊന്ന് സ്വീകരിച്ചാട്ടെ. ഹല്ലേലൂയ. അരിയിട്ട് വെച്ച പാത്രം എടുത്തോണ്ട് വന്നിട്ട് ഭാര്യ എന്നോട് കമത്തെ കാണിച്ചിട്ട് പറഞ്ഞു, ഇതിൻ്റെ അകത്തൊന്നുമില്ല. ഓക്കെ, ഇതിൻ്റെ അകത്തൊന്നുമില്ല. ഇനി അരിയെന്നും പറഞ്ഞു ഇങ്ങോട്ട് വന്നേക്കരുത്, ഇവിടെ ഇതിൻ്റെ അകത്തൊന്നുമില്ല. ഇത് പറഞ്ഞ ഭാര്യയോട് എൻ്റെ മനോഭാവം എന്താണ്? അയ്യോ, ദാരിദ്ര്യം നമ്മളെ മൂടിയിരിക്കുക. അയ്യോ, ഇനി എന്നാ ചെയ്യാനാ? അരിയില്ല. കടക്കാരൻ പറഞ്ഞ് ഇനി ഇങ്ങോട്ട് വന്നാൽ നിന്നെ ഞാൻ ഓടിക്കും. കാരണം ഇപ്പം അടയ്ക്കാനുള്ള കടം പോലും അടച്ചു തീർത്തിട്ടില്ല. ഭയങ്കര പ്രശ്നമാണ്. ഈ പ്രശ്നം വരുമ്പോൾ ആ പ്രശ്നത്തെ നീ എങ്ങനെ സങ്കല്പിക്കുന്നു? അത് നിന്നെ മൂടുവന്നോ, നീ അതിനെ മൂടുവന്നോ? ഹല്ലേലൂയ. അത് നിന്നെ വിഴുങ്ങുമെന്നോ, നീ അതിനെ വിഴുങ്ങുമെന്നോ? എത്ര പേരെന്നെ കേൾക്കുന്നുണ്ട്? ഒരു ഹല്ലേലൂയ പറഞ്ഞേ. വലുതായി കാണുന്നതിനെ നീ ചെറുതായി കാണുന്നത് എപ്പോഴോ, അപ്പോൾ ആ ചെറുതായി കാണുന്നത് നിന്റെ മുമ്പിൽ ചെറുതാവും. എന്നാൽ വലുതായി കാണുന്നതിനെ എപ്പോൾ നീ വലുതായി കാണുന്നോ, അപ്പോൾ ആ ചെറുതുപോലും നിന്റെ മുമ്പിൽ വലുതാവും. ആമേ. അടിച്ചു വരുന്ന തിരമാലയെ നീ വലുതായിട്ട് കാണുന്നത്രയും കാലം നീ ബോട്ടിനകത്ത് ഇരുന്ന് നിലവിളിക്കത്തേ ഉള്ളൂ. പക്ഷെ നീ അതിനെ ചെറുതായിട്ട് കാണുന്ന എപ്പോഴോ, അപ്പോൾ നീ അതിനെ മേളിൽ കാലി ചവിട്ടാൻ തുടങ്ങും. അതിനെ മേളിൽ കൂടെ നീ നടക്കാൻ തുടങ്ങും. ഇവിടെ ആരുമില്ല, പോയി, ഞാൻ വിട്ടു. അയ്യോ തിരമാല, തിരമാല. ഇത് രണ്ട് മനോഭാവമാണ്. അയ്യോ തിരമാല, തിരമാല വന്നോ, റെഡി, താങ്ക് യു, നടക്കാൻ സമയമായി. അയ്യോ തിരമാല വരെ തന്നെ ഇത് മൂടുന്നു. ഇത് മനോഭാവമാ. തിരമാല വന്നല്ലേ, താങ്ക് യു, നടക്കാൻ സമയമായെന്ന് ഇപ്പൊ എനിക്ക് മനസ്സിലായി. ഇത് രണ്ട് മനോഭാവമാ. ആദ്യത്തെ മനോഭാവമാണെങ്കിൽ നിന്നെ ഇത് മൂക്കും. രണ്ടാമത്തെ മനോഭാവമാണെങ്കിൽ നീ അതിനെ മൂക്കും. സ്വീകരിച്ചോ ഈ സങ്കല്പങ്ങൾ. സങ്കല്പങ്ങൾ. ഇനി ഈ വ്യക്തി യേശുവേ എന്ന് വിളിക്കുക. യേശു എന്ന് വിളിക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത് നിങ്ങൾക്ക് അറിയണമോ? കർത്താവ് ഇവന്റെ അകത്തോട്ട് കയറിയിട്ട് ഇവന്റെ ഉള്ളിലുള്ള ചില സങ്കല്പങ്ങളുണ്ട്. എന്തൊക്കെയാ സങ്കല്പങ്ങൾ? എൻ്റെ വീട് ചെറുതാ, എനിക്ക് റെക്കമെൻഡ് ചെയ്യാൻ മന്ത്രിയില്ല, തന്ത്രിയില്ല, ആരുമില്ല, അതുകൊണ്ട് എനിക്ക് നല്ല ജോലി കിട്ടുകയില്ലായിരിക്കും. ആണ്ട പൊളിയുന്നു. എനിക്ക് റെക്കമെൻഡ് ചെയ്യാൻ ആരുമില്ല, എൻ്റെ കാര്യം എങ്ങനെയാവും? എനിക്ക് എവിടെ പ്രാക്ടീസ് കിട്ടും? എനിക്ക് എവിടുന്ന് വർക്ക് സർട്ടിഫിക്കറ്റ് കിട്ടും? ആരെന്നെ ഉയർത്തും? സങ്കല്പങ്ങൾ അങ്ങോട്ട് പൊളിഞ്ഞു കഴിയുമ്പോൾ തന്നെ ഉണ്ടല്ലോ, പോസിറ്റീവ് തിങ്കിങ് കൊണ്ട് ഉള്ളം നിറയും. അയ്യോ സ്വർഗത്തിൽ പോകത്തില്ല. അയ്യോ മൈ ഗോഡ്, ആമേൻ. ഉള്ളം അങ്ങോട്ട് നിറയും. കേൾക്കുന്നുണ്ടോ? ആരോ ചിന്തിച്ച കാര്യമാണ് പറഞ്ഞത്. ഈ ചെറുക്കൻ്റെ കയ്യെ സ്വർണ്ണം ഇട്ടിരിക്കുന്നു, ഇവ സ്വർഗത്തിൽ പോകത്തില്ല. ഞാൻ നിന്നോട് പറയാം, ഇച്ചിരി നല്ല വലിയ മാല മേടിച്ചിട്ട് കേട്ടോ. ഇന്ന് ഈ വ്യക്തി യേശുവിനോട് ചോദിക്കുക, പറഞ്ഞാട്ടെ, യേശുവേ ഒന്ന് വിളിച്ച മോനെ, യേശുവേ കർത്താവേ ഒന്ന് വിളിച്ചേ. എന്താ സംഭവിക്കുന്നതെന്ന് അറിയാമോ? കർത്താവേ എന്ന് വിളിക്കുന്ന ഉടനെ യേശുവിന്റെ ഉള്ളിലോട്ട് കയറുകയാ. എന്തിനാണെന്നറിയാമോ? സങ്കല്പങ്ങളെ പൊളിക്കാനായിട്ട്. യേശു കയറുന്നതിന് മുമ്പുള്ള സങ്കല്പവും യേശു കയറിയ ശേഷമുള്ള സങ്കല്പവും രണ്ടും രണ്ടാ. ഇതിനെ വചനാടിസ്ഥാനത്തിലൊന്ന് ഞാനിതിനെ ഒന്ന് വിശദീകരിക്കാം. പേര് പത്രോസ്, മുക്കുവൻ. ഉള്ളിലൊരു സങ്കല്പമുണ്ട്. രാത്രി മുഴുവൻ അധ്വാനിച്ചു, ഒന്നും കിട്ടൂല, ഇനി കിട്ടൂല. കടല് മാറണം, വല മാറണം, പടക് മാറണം, മീൻപിടുത്തക്കാർ മാറണം. ഇത്രയും മാറിയാലേ കാര്യം നടക്കുള്ളൂ. സങ്കല്പം. കടലിന്റെ പ്രശ്നമുണ്ട്, വലയുടെ പ്രശ്നമുണ്ട്, പടകിന്റെ പ്രശ്നമുണ്ട്, മീൻപിടുത്തക്കാരുടെ പ്രശ്നമുണ്ട്. ഇത് നാലും മാറിയാലേ വല്ല നിലയിലും വളരുകയുള്ളൂ. സങ്കല്പം. കർത്താവ് അങ്ങോട്ട് കയറി. കർത്താവ് അങ്ങോട്ട് പറഞ്ഞു. കർത്താവ് അവനോട് പറയുന്നു, മോനെ, ഈ പടക് നിറയാൻ പോകുന്നു. ഏത് പടക്? ഈ പടക് നിറയാൻ പോകുന്നു. ഈ വല നിറയാൻ പോകുന്നു. നീ മീൻ പിടിക്കാൻ പോകുന്നു. ഈ കടലിൽ നീ വർദ്ധിക്കാൻ പോകുന്നു. കർത്താവ് ഇടപെടുമ്പോ സങ്കല്പത്തെ പൊളിച്ച് പൊട്ടനെ പോലെ ഇറങ്ങാവോ കൂടെ? നമ്മുടെ പ്രശ്നം എന്നാന്നറിയോ? കർത്താവിനെ നമ്മൾ പഠിപ്പിക്കാൻ തുടങ്ങും. കർത്താവെ, ഞാൻ മൂക്കുവൻ, നീ ആശാരി. ഇവിടെയാ നമുക്ക് പ്രശ്നം വരുന്നത്.
കർത്താവിനെ നമ്മൾ ക്ലാസ് എടുക്കാൻ തുടങ്ങും. എടാ, ആശാരിക്ക് കടലിലെ കാര്യം അറിയത്തില്ല, മുക്കുവൻ. ഞാൻ ജനിച്ചു വീണത് ഈ കടലില്ല, ഞാൻ ജനിച്ചു നീന്തു പഠിച്ചത് ഈ കടലില്ല. ഇവിടുത്തെ മുഴുവൻ ചരിത്രം എനിക്കറിയാം. ഇതാണ് ബുദ്ധി. ബുദ്ധി യുക്തിയും പറയുന്നു, ഒരിക്കലും ഇവൻ പറയുന്നത് ശരിയല്ല. പക്ഷെ അകത്ത് വ്യാകരിക്കുന്ന സങ്കല്പം പറയുന്നു, ഈ മനുഷ്യൻ പറയുന്നതിൽ എന്തോ കാര്യമുണ്ട്. ഇവിടെ കർത്താവ് പ്രതീക്ഷിക്കുന്നത് എന്താണെന്നറിയോ? ഇന്നലത്തെ സ്ഥിതിയെ കണ്ട് മിണ്ടാതിരിക്കുന്നവനെ അല്ല. പയറ്റിത്തോറ്റ അതേ പടകിൽ, പയറ്റിത്തോറ്റ അതേ കടലിൽ, പയറ്റിത്തോറ്റ അതേ വലയും കൊണ്ട് അതേ കടലിൽ അതേ വ്യക്തിയായ നീ ഉള്ളിലെ സങ്കല്പത്തെ പൊളിച്ചിട്ട് ഒന്നിറങ്ങാവോ? ബിസിനസ് മാറണ്ട, വേറെ പരിപാടി ചെയ്യണ്ട, ആ പരിപാടി തന്നെ നീ രക്ഷപ്പെടും. ഇതാരോടുള്ള പ്രവചനമായി എനിക്കറിയാൻ കഴിയുന്നു. നീ വേറെ എന്തൊക്കെയോ കണക്ക് കൂട്ടുകയാ. 2013 ഞാൻ വേറെന്തോ ചെയ്ത് രക്ഷപ്പെടും. ഇല്ല, ഇന്ന് ഞാൻ തുറന്നു പറയാ, നീ ചെയ്തു തുടങ്ങിയിടത്ത് തന്നെ നീ അനുഗ്രഹം പ്രാപിക്കുക. ഏത് വിഷയത്തിൽ നീ അപമാനിക്കപ്പെട്ടോ അതിലൂടെ തന്നെ നിന്റെ തലയെ പട്ടണത്തിൽ കർത്താവ് ഉയർത്തും. കരമടിച്ചു വേണ്ടവരേറ്റെടുത്തു യേശുവിന്റെ നാമത്തിൽ. ആകപ്പാടെ പത്രോസിനോട് യേശു ചോദിക്കുന്ന ഒരു കാര്യം, പത്രോസേ, നിന്റെ സങ്കല്പത്തെ പൊളിച്ചിട്ട് എന്റെ കൂടെ ഒന്നിറങ്ങാവോ? നിന്റെ സങ്കല്പത്തെ പൊളിച്ചിട്ട് എന്റെ കൂടെ ഒന്നിറങ്ങാവോ? ഞാൻ വേറെ ഒന്നും നിന്നോട് ചോദിക്കുന്നില്ല. കടലിന്റെ ഗ്രാമർ എനിക്കറിയണ്ട, പടകിന്റെ ഗ്ലാമർ എനിക്കറിയണ്ട, ഒന്നും അറിയണ്ട. ഞാൻ നിന്നെ വിളിക്കുന്നു എന്റെ കൂടെ. നിന്റെ ബുദ്ധിയെ പൊട്ടിച്ചിട്ട് ഒരു പോഷനെ പോലെ ഇറങ്ങി തിരിക്കാമെങ്കിൽ നിന്റെ പടക് നിറച്ച് കൂട്ടുകാരെ വിളിച്ച് നീ കൊടുക്കുന്ന പോലെ ഒരു ഹല്ലേലൂയ പറഞ്ഞേ. ഇന്ന് രാത്രി എത്ര പേര് വിശ്വസിക്കുന്നു? ഹല്ലേലൂയ. റോങ് ഇമാജിനേഷനുകളെ തകർക്കുക. ഓ സ്തോത്രം. ഈ മനുഷ്യൻ ഒത്തിരി സ്ട്രഗിൾ ചെയ്യേണ്ടി വന്ന് കാണും. ചിലപ്പോൾ ആ മനുഷ്യൻ ഇങ്ങനെ പറഞ്ഞു, കർത്താവേ, ഞാൻ അനുഭവിച്ചതാ ഞാൻ പറഞ്ഞേ. ഇത് അനുഭവിച്ചത് പറയേണ്ട സ്ഥലമല്ല. നീ അനുഭവിച്ചത് നിന്റെ വാസ്തവമാ, അത് പറയേണ്ട സമയമല്ല. ഇപ്പം നിന്നോട് കർത്താവ് എന്തു പറയുന്നു അത് പറ. കർത്താവ് നിന്നോട് പറയുന്നു, ഈ പടകിന്റെ വലത്തു ഭാഗത്തേക്ക് നീ നീന്ത്, ആ ഭാഗത്തേക്ക് നീ വലയുമായിട്ട് ചെല്ല്. അവിടെ നിന്നെ കാത്തൊരു വലിയ മീൻകൂട്ടം നിപ്പുണ്ട്. അത് നിന്റെ ബുദ്ധിക്കെത്താത്തതാ. പക്ഷെ അതിനു മുമ്പേ നിന്റെ പഴഞ്ചൻ സങ്കല്പത്തെ ഇവിടെ താഴെ ഇട്ടിട്ട് ഇന്ന് പൊളിയുന്നുണ്ട്. ഒത്തിരി ഇമാജിനേഷനുകൾ ഇന്ന് പൊളിയുന്നുണ്ട്. നിന്റെ സങ്കല്പം തോറ്റെടുത്ത് തന്നെ, നിന്റെ ചിന്ത തോറ്റെടുത്ത് തന്നെ കർത്താവ് നിന്നെ ജയിപ്പിക്കാൻ പോകുകയാ. ഈ രാത്രി ഒരു അഭിഷേകം വ്യാപരിക്കുന്ന സ്നേഹിതരെ, സ്വീകരിക്കേണ്ടവർ സ്വീകരിച്ചു. ഹല്ലേലൂയ. നീ പരാജയപ്പെട്ട് നിന്റെ സങ്കല്പത്തിലാ. പക്ഷെ ഇന്ന് ആ സങ്കല്പത്തെ ഒന്ന് പൊളിച്ചിട്ട് അതേ പടകിലേക്ക് യേശുവിന്റെ സങ്കല്പത്താൽ ഒന്ന് ഇറങ്ങി തിരിച്ചേ. ഒന്ന് തുടങ്ങിക്കോ, ഒന്ന് കരമടിച്ച് ഒന്ന് സ്വീകരിച്ച് ചില മിനിറ്റുകൾ എന്ന് കർത്താവിനോട് പറഞ്ഞേ. ഇന്ന് ബിസിനസ് ചെയ്യുന്ന ആരെയോ നോക്കി വിളിച്ചു പറയാൻ കർത്താവിനോട് പറയുന്നു, നീ തോറ്റെടുത്ത് നിന്നെ ജയിപ്പിക്കാൻ കർത്താവിന് കഴിയും. പക്ഷെ അതിന് ഒരൊറ്റ കാര്യം നിന്നിൽ സംഭവിക്കണം. നിന്റെ അകത്ത് കയറിയിരിക്കുന്ന ഈ പോരാട്ടത്തിന്റെ മനോഭാവം മാറ്റണം. സങ്കല്പം പൊളിച്ചു കളയണം. പറഞ്ഞേ, സങ്കല്പത്തെ പൊളിക്കുക. ഉറക്കെ പറ, വായി തുറന്ന് പറ, സങ്കല്പങ്ങളെ പൊളിക്കുക. എല്ലാവരും പറഞ്ഞേ. ഇന്ന് കർത്താവ് ചോദിക്കുന്ന ഏക കാര്യം ഇതാ, ഞാൻ പ്രവർത്തിക്കാൻ തയ്യാറാ, പക്ഷെ ഞാൻ നോക്കുന്നു ഒരാളെ, സങ്കല്പങ്ങൾ പൊളിച്ചു കിട്ടിയവൻ. ഹല്ലേലൂയ. എന്തും സംഭവിക്കുക ചങ്ങനാശ്ശേരി പട്ടണത്തിൽ. ഞാൻ 100% എഴുതി ഒപ്പിട്ട് തരാം. ഈ പട്ടണം ഇന്ന് വരെ കണ്ടിട്ടില്ലാത്ത ഒരു ഉണർവ് ഈ പട്ടണത്തിൽ സംഭവിക്കും. പക്ഷെ അതിന് തല പൊട്ടി കിട്ടിയ കുറച്ച് പേര് കൂടെ നിൽക്കണം. മനസ്സിലാകുന്നുണ്ടോ? സങ്കല്പങ്ങൾ പൊളിഞ്ഞു കിട്ടിയ കുറച്ച് പേര് കൂടെ നിൽക്കണം. അവര് എന്നെ കേട്ടാലും ആമേൻ പറയാൻ തയ്യാറാകണം. വിശ്വാസത്തെ തല ഉയർത്തിയിട്ട് വിളിച്ചു പറയണം, ഞാനത് കാണുന്നു, ഞാനത് അഗ്രി ചെയ്യുന്നു, ഞാനത് വിശ്വസിക്കുന്നു. അങ്ങനെ തന്നെ സംഭവിക്കും. എത്ര വർഷമായിട്ട് നിങ്ങളുടെ കണ്ണിന് പ്രശ്നമുണ്ട്? 30 വർഷമായിട്ട്. നിങ്ങൾ എത്ര പേര് വിശ്വസിക്കുന്നു ഈ മനുഷ്യനെ കണ്ണെന്ന് കാണാൻ? കർത്താവേ, നിന്റെ കൈ വെക്കണമേ യേശുവേ. ഇപ്പോൾ തന്നെ ഇവനെ തൊടണമേ. കൃപയാൽ അത്രേ വിശ്വാസം മൂലം ഞാൻ രക്ഷിക്കപ്പെട്ടത്. ദൈവശക്തി ഇപ്പോൾ തന്നെ വ്യാപരിക്കും. കരണ്ട് വരുമ്പോ കാഴ്ചയുടെ പുതുലോകത്തിലേക്ക്.
ദൈവശക്തി അടിക്കുന്നു. ദൈവശക്തി അടിക്കുന്നു. ഒരു ഹല്ലേലൂയ പറഞ്ഞു. എത്ര പേരെന്നെ അന്താന്ന് വിളിച്ചോ? എത്ര പേരെന്നെ അന്താന്ന് വിളിച്ചു? അന്താന്ന് കളിയാക്കിയവരുണ്ട് ഒത്തിരി പേര്. എഴുന്നേറ്റിരിക്കുക. പ്രാർത്ഥനയ്ക്ക് പേര് കളിയാക്കിയ ഓ പാസിൽ പോയപ്പോ ഈ കണ്ണ് ഓപ്പറേഷൻ ചെയ്യണമെന്ന് പറഞ്ഞു. 35,000 രൂപ ആവുമെന്ന് പറഞ്ഞു. ഈ കണ്ണ് കാഴ്ച രണ്ട് കണ്ണിനും കാഴ്ചയില്ല. ഈ കണ്ണ് അതിനെ പോയി ഓപ്പറേഷൻ ചെയ്തു. അതിന് കൃഷ്ണമണിയെ ഹോർമോൺ ഡിസ്റ്റോപ്പിന്റെ അസുഖമാണ്. അന്നേരം ഓപ്പറേഷൻ ചെയ്യുകയാണ് ചെയ്തിട്ട് പിന്നെ കാഴ്ചയില്ല, കുറഞ്ഞു വരുവാണ്. 2 ആഴ്ചയായിട്ട് വരുവാ. ഒന്നും കാണത്തേ ഇല്ല. ബ്രദർ ഇങ്ങനെ ഒന്നും കാണത്തില്ല. ഇപ്പം അങ്ങനെ ഏകദേശം അറിയാം. അത്രേ ഉള്ളൂ. സേനയ്ക്കാൻ കാണത്തില്ല. ഒരു 10 ദിവസത്തോട് ഞാൻ ഇങ്ങനെ ഇരിക്കും. വീട്ടിൽ കാരണം വണ്ടി ഓടിച്ചാൽ ജീവിക്കുന്നു. ഓട്ടോ ഓടിക്കാൻ പോകാൻ പറ്റത്തില്ല. 3 പിള്ളേരും ഉണ്ട്, വൈഫും ഉണ്ട്. എന്നാ അപ്പം ഈ ഡോക്ടർ കഴിഞ്ഞ ദിവസം കണ്ടപ്പോൾ പറഞ്ഞു, വൈഫ് ഇരിക്കൊണ്ട് പറഞ്ഞു, കിട്ടിയാലും 2 വർഷം കൂടെ കാഴ്ച നിൽക്കുകയുള്ളൂ, പിന്നെ പോകുമെന്ന് പറഞ്ഞു. തന്നാ പിന്നെ എനിക്കല്ലേ ഓട്ടോ ഓടി കളിയാക്കും, അന്തെന്ന് കളിയാക്കും. ഞാൻ അതുകൊണ്ടറിയാം സത്യം എല്ലാവർക്കും നാട് വിളിക്കൊണ്ടാണ് പറയും. നാളെ ഓട്ടത്താണെന്ന് പറയും. നാടൻ കെട്ട് പെരക്കകത്ത് എത്രയോ ദിവസം വീഴുന്നു. അതിലൊക്കെ കാണാൻ പറ്റത്തില്ല. ഇറങ്ങി അങ്ങനെ കാണത്തില്ല. പെരക്കകത്ത് ഇറങ്ങാൻ പറ്റും. അടുത്ത വീട്ടാളെ പെരക്കകത്തിരിക്കുക. ഞാൻ മാതിരിക്കും കാപ്പിനെ കാണത്തില്ല. ഞാൻ ഒരു നാൾ ഞാൻ രക്ഷിക്കപ്പെട്ടു. കണ്ടില്ലേ, യേശുവിന്റെ നാമത്തിൽ എന്തതിശയവും നടക്കുന്നു. ചങ്ങനാശ്ശേരിയിൽ ഓരോ ദിവസവും കർത്താവ് ചെയ്യുന്ന വലിയ പ്രവൃത്തികൾ, ലോകരാജ്യങ്ങളിൽ ശ്രുതി കേട്ട് ഒത്തിരി പേര് ലീവ് എടുത്ത് ഒക്കെ ആയിട്ട് കടന്നു വരുന്നു. തുടർമാനമായിട്ട് മീറ്റിംഗ്സ് നടക്കുന്നു. വലിയ ദൈവപ്രവൃത്തികളെ കർത്താവ് ചെയ്യുന്നു. വിശ്വാസത്താൽ ചങ്ങനാശ്ശേരിയിലേക്ക് ഞാൻ നിങ്ങളെ ക്ഷണിക്കും. നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കാൻ പോകുന്നു. യേശുവേ, ലോകമെമ്പാടും ഞങ്ങളെ കണ്ടുകൊണ്ടിരിക്കുന്ന വ്യക്തികൾക്ക് വേണ്ടി ഇപ്പോൾ തന്നെ പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ അടിപ്പിണരുകളാലുള്ള അത്ഭുത വിടുതലുകൾ, ഇന്ന് അവിടെ കണ്ടതിലും വലിയ അതിശയങ്ങൾ നിന്റെ മക്കൾ ഇരുന്ന് പ്രാർത്ഥിക്കുന്ന ഇടത്ത് തന്നെ ഇപ്പോൾ തന്നെ സംഭവിക്കട്ടെ കർത്താവേ. ഇന്ന് ഈ പ്രത്യേക എപ്പിസോഡിൽ കർത്താവ് പറയുന്ന 4 കാര്യങ്ങൾ ഞാൻ പെട്ടെന്ന് പറയുന്നു. ദയവായി വേഗത്തിൽ ശ്രദ്ധിക്കുക. ഈ കാലിൻ്റെ അടി വിണ്ടുകീറിയിട്ട് രക്തം ഒലിക്കുന്ന പോലെ നിലത്ത് കാല് ചവിട്ടാൻ കഴിയാത്ത നിലയിൽ അസ്വസ്ഥരായിരിക്കുന്നു. പല ട്രീറ്റ്മെൻറ്റുകൾ ചെയ്യും, പല ഓയിൽമെൻറ്റുകൾ പുരട്ടി, ഒരു സൗഖ്യമില്ല. ഇപ്പോൾ തന്നെ യേശുവിൻ്റെ നാമത്തിൽ ആ കാല് സൗഖ്യമാകുന്നുവെന്ന് കർത്താവ് പറയുന്നു. അതുപോലെ തന്നെ സ്പോണ്ടിലോസിസിൻ്റെ പ്രയാസമായിട്ട് കഴുത്ത് തിരിക്കാൻ കഴിയാതെ കോളർ ഇടണം, ബെൽറ്റ് ഇടണം, അല്ലെങ്കിൽ ആ കോളർ ഇട്ടാലേ കഴുത്ത് പ്രയാസമാണ്, തേയ്മാനം സംഭവിച്ചവർ യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ കഴുത്തിലേക്ക് കൈവച്ചോ, സൗഖ്യമാകുന്ന സെക്കൻഡായിട്ട് ഈ സെക്കൻഡ് യേശുവിൻ്റെ നാമത്തിൽ മാറുകയാണ്. ഡയാലിസിസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പേഷ്യൻറ്റിനോട് കർത്താവ് പറയുന്നു, ക്രിയാറ്റിൻ്റെ അളവ് കുറഞ്ഞു വരുന്നു, ഇപ്പോൾ തന്നെ യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യം വ്യാപരിച്ചുകൊണ്ടിരിക്കുന്നു. അതുപോലെ തന്നെ കരൾ സംബന്ധമായ രോഗമുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ കർത്താവ് പറയുന്നു. അതിനകത്തൊരു മധ്യവയസ്കനെ വ്യക്തമായിട്ട് യേശുവിനെ ചൂണ്ടിക്കാണിക്കുന്നു. ഇപ്പോൾ തന്നെ യേശുവിൻ്റെ നാമത്തിൽ ആ വിടുതൽ പ്രാപിക്കുവാൻ പരിശുദ്ധാത്മാവ് നിങ്ങളോട് പറയുന്നു. സ്വീകരിക്കുക യേശുവിൻ്റെ നാമത്തിൽ ആ അതിശയത്തെ. ലോകമെമ്പാടും ഇൻ്റർനെറ്റിലൂടെയും ടെലിവിഷനിലൂടെയും ഞങ്ങളെ കണ്ടുകൊണ്ടിരിക്കുന്ന മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ഒരുമിച്ച് അനുഗ്രഹിക്കുന്നു. ഇൻ ജീസസ് നെയിം ആമേൻ. ഞാൻ നിങ്ങളെ ക്ഷണിക്കുന്ന ചങ്ങനാശ്ശേരിയിലേക്ക് നമുക്ക് ഒരുമിച്ച് കാണാം. ചങ്ങനാശ്ശേരിയിലെ ഡോക്ടേഴ്സ് ടവറിലെ ആ ഹോളിൽ സ്ഥലത്തിൻ്റെ പരിമിതി ഉള്ളതുകൊണ്ട് നമ്മളിപ്പോൾ ചങ്ങനാശ്ശേരി ബൈപ്പാസിലേക്ക്, തിരുവല്ലയിൽ നിന്ന് വരുമ്പോൾ ബൈപ്പാസ് തീരുന്നിടത്ത്, കോട്ടയത്ത് നിന്ന് വരുമ്പോൾ ബൈപ്പാസ് തുടങ്ങുന്നിടത്ത്, സിറ്റിസൺ ക്ലബിൻ്റെ തൊട്ടടുത്ത് നമ്മുടെ പാലാത്ര ജംഗ്ഷനിൽ നമ്മുടെ മനോഹരമായ ടെൻറ്റിൽ ഇപ്പോൾ ആരാധന നടക്കുന്നു.
അനേകായിരങ്ങൾ വന്ന് വിടുതൽ പ്രാപിക്കും. നിങ്ങളെയും ക്ഷണിക്കുന്നു ചങ്ങനാശ്ശേരിയിലെ ടെന്റിലേക്ക്.